നമസ്കാരം, ആരോ വിഷനിലേക്ക് സ്വാഗതം. നാഴികയ്ക്ക് 100 വട്ടം ഇന്ത്യയെ പണിയും എന്ന് പറഞ്ഞ് പാകിസ്ഥാന്റെ ഗവൺമെന്റും സൈനിക മേധാവിമാരും മന്ത്രിമാരും പോരാത്തതിന് ഈ അടുത്ത കാലത്തായിട്ട് പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളുടെ നേതാക്കൾ വരെ ഇന്ത്യയെ വിഘടിക്കുമെന്നും പിച്ച് ചീന്തുമെന്നും വെട്ടി നുറുക്കുമെന്നും പണിഞ്ഞില്ലാതാക്കുമെന്നും പറഞ്ഞ് പ്രാതോരാതെ പ്രസംഗിച്ച് നടക്കുന്നതിനിടയിലാണ് ദൈവം പാകിസ്ഥാൻ ഒരു 8ന്റെ പണി കൊടുത്തത്. സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് പണിയാൻ വേണ്ടി വച്ചിരുന്ന ബോംബുകളെടുത്ത് പാകിസ്ഥാൻ സ്വന്തം രാജ്യത്ത് തന്നെ പ്രയോഗിക്കേണ്ടി വന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പാകിസ്ഥാന്റെ തന്നെ ഭാഗമായ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ തിരാ താഴ്വരയിലെ ഗ്രാമത്തിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിലാണ് 36 പേർ കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ 14 സർക്കാർ വിരുദ്ധ പോരാളികളും സ്ത്രീകളും കുട്ടികളും അടക്കം 10 നാട്ടുകാരുമുണ്ട്. ചൈനീസ് നിർമ്മിത J-17 വിമാനങ്ങളിൽ നിന്ന് ലേസർ നിയന്ത്രിത ബോംബുകളാണ് സ്വന്തം ജനതയ്ക്ക് മേൽ പ്രയോഗിച്ചതെന്നാണ് വിവരം. പക്ഷേ വ്യോമാക്രമണം നടത്തിയിട്ടില്ലെന്നും മേഖലയിലുണ്ടായിരുന്ന താലിബാൻ കേന്ദ്രത്തിലെ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതാണെന്നുമാണ് പാക് വാദം. എന്നാൽ ആക്രമണം നടന്നെന്ന് നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നു. അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായി ബന്ധമുള്ള പാക് താലിബാൻ 4 വർഷമായി ഈ മേഖലയിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. വെടിവയ്പ് പരിശീലനം, IED ബോംബ് നിർമ്മാണം എന്നിവയ്ക്കായി ഇവർ സ്ഥാപിച്ച കേന്ദ്രത്തിലാണ് ഈ ആക്രമണം നടന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള താലിബാൻകാരും ഇവിടെ ഉണ്ടായിരുന്നു. കൊല്ലപ്പെട്ട നാട്ടുകാരെ താലിബാൻ മനുഷ്യ കവചങ്ങളായി ഉപയോഗപ്പെടുത്തുകയായിരുന്നുവെന്നും ചില റിപ്പോർട്ടുകളുണ്ട്. ആക്രമണത്തിൽ നാട്ടുകാർ മരിച്ചത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായ തഹ്രികെ ഇൻസാഫ് പാർട്ടി ഈ നടപടിയെ വിമർശിച്ചു. പാക് സൈന്യം മുൻപ് ഇവിടെ നടത്തിയ ദൗത്യങ്ങളിലും സാധാരണക്കാർ നിരവധി പേർ ഇതുപോലെ മരിച്ചിരുന്നു. പാകിസ്ഥാനിലെ 4 പ്രവിശ്യകളിൽ ഒന്നാണ് പർവ്വത മേഖലയായ ഖൈബർ പഖ്തൂൺഖ്വ. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഈ ഖൈബറിലെ വിമത സൈന്യം പാകിസ്ഥാന് എന്നും ഒരു തലവേദന തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ കനത്ത തിരിച്ചടി നേരിട്ട ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ സർക്കാർ അനുകൂല ഭീകര സംഘടനകളും, അതായത് സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഭീകര സംഘടനകൾ, ആ സംഘടനകളുടെ പേരിൽ പലപ്പോഴും ഈ തീവ്രവാദികൾ മാത്രമല്ല ഈ പാക് പട്ടാളക്കാർ വരെ തീവ്രവാദി വേഷം കെട്ടി ഇന്ത്യക്കെതിരെ പല പ്രവർത്തനങ്ങളും നടത്താൻ വേണ്ടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അതിനെല്ലാം പിന്നിൽ അവരുടെ വരുമാന മാർഗവും വരുമാന സ്രോതസ്സും മുഴുവൻ ഈ പാക് പട്ടാളം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിലെ ആക്രമണങ്ങൾക്ക് ശേഷം ഈ പല ഭീകര സംഘടനകളും പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് ഖൈബർ പഖ്തൂൺഖ്വയിലേക്ക് പ്രധാന താവളങ്ങൾ മാറ്റുന്നുണ്ട്. ദുഷ്കരമായ ഒരു ഭൂപ്രകൃതി വ്യോമാക്രമണങ്ങളിൽ നിന്ന് സുരക്ഷയാകുമെന്നാണ് ഇവരുടെ നിഗമനം. കാരണം അത്രയേറെ മലയും കുന്നും കാടും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ പ്രവിശ്യ. ഭീകരരുടെ 9 കേന്ദ്രങ്ങൾ ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ തകർത്തിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒട്ടുമിക്ക ഭീകര കേന്ദ്രങ്ങളും ഇപ്പോൾ ഈ മേഖലയിലേക്ക് പറിച്ചു നട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ തന്നെയാണ് കാലക്കേട് കൊണ്ട് പാകിസ്ഥാനും ആക്രമിക്കേണ്ടി വന്നത്. ഒരുപക്ഷെ ദൈവം കാത്തുവച്ച ഒരു ആക്രമണം. എന്നാൽ ഇന്ത്യയെ പണിയാൻ വന്ന പാകിസ്ഥാൻ സർക്കാരിന് പാകിസ്ഥാന് അവരുടെ സ്വന്തം മണ്ണിൽ സ്വന്തം ജനങ്ങളെ തന്നെ ബോംബിടാനുള്ള വലിയൊരു ഭാഗ്യം കിട്ടി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഇങ്ങനെ പല കേന്ദ്രങ്ങളും ഈ പ്രവിശ്യയിലേക്ക് മാറ്റി നടന്നുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ ചിലതെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനുള്ള ഇത്രയും വലിയ ഫണ്ട് കൊടുക്കുന്നതെല്ലാം പാകിസ്ഥാൻ സർക്കാർ തന്നെയാണ്. പാകിസ്ഥാന് അമേരിക്ക നൽകുന്ന ഫണ്ട്, ആ ഫണ്ടാണ് ഇതിലോട്ട് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പാകിസ്ഥാൻ ചെലവഴിക്കുന്നത്. അപ്പോൾ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ഒക്കെ തകർന്ന കെട്ടിടങ്ങൾക്ക് പകരം അതേപോലെയുള്ള വലിയ കെട്ടിടങ്ങൾ ഈ മേഖലയിൽ ഇപ്പോൾ സൃഷ്ടിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ത്യ നരേന്ദ്രമോദി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന്. എന്നാലും ഓപ്പറേഷൻ സിന്ദൂർ ഇങ്ങനെയാണെങ്കിൽ വീണ്ടും അത് ഏത് നേരവും ഉയർന്നു വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.